بسم الله الرحمن الرحيم وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1569 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 4 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. മിലായിട്ടുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أو أنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 4 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണ പശ്ചാത്തലത്തിൽ അദ്ദേഹം ജനങ്ങളെ കൂടുതലായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട മക്കയിലെ പ്രമാണിമാർ അക്കാര്യത്തില് വല്ലാതെ വിറളി പൂണ്ട് അബൂ താലിബിന്റെ അടുക്കല് ഒത്തുകൂടിയ ഒരു ചരിത്ര സംഭവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാധ്യന്മാരെയും മതപരമായ രീതികളെയും ഒന്നും വിമർശിക്കുന്നത് തുടരാൻ പാടില്ല, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മതകാര്യങ്ങളിലും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു ഒത്തുതീർപ്പ് ആശയം മുന്നോട്ട് വയ്ക്കുന്നവരായിക്കൊണ്ടാണ് അബൂ താലിബിന്റെ അടുക്കൽ മക്കയിലെ 25ഓളം വരുന്ന പ്രമാണിമാര് ഒത്തുകൂടുകയുണ്ടായത്. ആ ഒരു ചരിത്ര സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ആ സംഗതിയെ വിലയിരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് സൂറത്ത് സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ സൂറത്തിന്റെ ആദ്യത്തെ 3 ആയത്തുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായി. സ്വാദ് എന്ന മുഖത്താഴത്തായ ഒരു അക്ഷരം ആണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വരുന്നത്, ആദ്യത്തെ ആയത്തിന്റെ ഭാഗമായിട്ട്. സ്വാദ് എന്ന ആ അക്ഷരത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനെയാണ്
പരാമർശിച്ച് അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന എന്ന നിലക്ക് പറയുന്നത്. വൽ ഖുർആനി ദിക്ർ, ഉത്ബോധന പ്രധാനമായ വിശുദ്ധ ഖുർആനാണ് സത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം തീർത്തും സത്യാധിഷ്ഠിതമാണ്, അതില് പൊളിയായി യാതൊന്നുമില്ല എന്നൊരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ നിഷേധികള് അവരുടെ അഹന്തയിലും അതുപോലെ ഭിന്നതയിലുമായി അല്ലെങ്കിൽ ശത്രുതയിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആ ആശയത്തെ, ജീവിത ദർശനത്തെ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ തെറ്റും ശരിയും തീരുമാനിക്കുന്നതിന് പകരം ഈ ആളുകള് അവരുടെ പകയും അസൂയയും അല്ലെങ്കിൽ അഹന്തയും ഒക്കെയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്സത്തും ശിഖാഖും കാണിച്ച എത്രയോ തലമുറകളെ നേരത്തെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ നടപടി അവരെ തേടി എത്തിയപ്പോ അവരെല്ലാവരും തന്നെ ആർത്തു വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആർപ്പുവിളികളൊന്നും ഉയർന്നത് എന്തെങ്കിലും വിധത്തിലുള്ള സഹായം ലഭിക്കാൻ ഇടയുണ്ടായിരുന്ന ഘട്ടത്തിലല്ല. അതിനുള്ള അവസരം നഷ്ടപ്പെട്ടതിന്, അതിനുള്ള അവസരം പാഴായി പോയതിന് ശേഷം മാത്രമാണ് അവർക്ക് സഹായത്തിനായി വിളിച്ചു കേഴാൻ സാധിക്കുകയുണ്ടായത്, അല്ലെങ്കിൽ അവരതിന് മുതിർന്നത്. ഇക്കാര്യമാണ് നമ്മൾ പഠനവിധേയമാക്കിയ ആദ്യത്തെ 3 ആയത്തുകളിൽ പറയുന്നത്. അതിനെ തുടർന്ന് ഈ സൂറത്ത് പ്രതിപാദിക്കുന്ന മുഖ്യ വിഷയത്തിലേക്ക് വരികയാണ്. അതിന്റെ ആമുഖമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നതിന് പകരം അതിന്റെ കോർ മെസ്സേജാണ് അള്ളാഹു ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നത് കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ വായിച്ചു വെച്ച ആയത്തുകൾ നോക്കുക. വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, അവര് വല്ലാത്ത ആശ്ചര്യത്തിലും അത്ഭുതത്തിലുമാണ്. വഅജിബു, അവര് അത്ഭുതം കൂറുകയാണ്, അവിശ്വസനീയത ഉള്ള വിധത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന വിധത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. എന്താണ് കാര്യം? അൻ ജാഅഹും, അവരുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു, മുൻദിറും മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ, അവരിൽ തന്നെ പെട്ട ഒരാളെ താക്കീതുകാരനായിട്ട് അവരിലേക്ക് നിയോഗിച്ചയച്ചിരിക്കുന്നു. അങ്ങനെ ഒരാള് അവരുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാത്ഭുതമായിട്ട്, ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത, തീർത്തും അസംഭവ്യമായിട്ട് അവർക്ക് തോന്നുന്ന ഒരു കാര്യമായി അവര് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ നിലക്ക് അവര് പ്രതികരിക്കുന്നത്. വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, അവരിലേക്കൊരു ദൂതൻ താക്കീതുകാരനായിട്ട് വന്നിരിക്കുന്നു എന്നതാണ് അവർക്ക് വല്ലാത്ത അവിശ്വാസമുള്ള വിധത്തില് അനുഭവപ്പെടുന്ന കാര്യം. അപ്പോ സ്വാഭാവികമായിട്ട് ഇവിടെ ഉയർന്നു വരേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അവര് പ്രതീക്ഷിക്കുന്നത് പിന്നെ ആരുടെ കൂട്ടത്തിൽപ്പെട്ട താക്കീതുകാരൻ അവരിലേക്ക് വരണമെന്നാണ്? മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അവർക്ക് സുപരിചിതനായ ഒരാള് അവരുടെ അടുക്കലേക്ക് ദൈവിക സന്ദേശവുമായിട്ട് വന്നപ്പോ അവർക്കത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു നിലപാടാണ് അവരിൽ നിന്നുണ്ടാവുന്നത്. എന്നാൽ അവർക്ക് പരിചിതനല്ലാത്ത, തീർത്തും അന്യനായ ഒരാള് ലോകത്തിന്റെ ഏതോ മൂലയിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് വിശ്വാസമാവൂ? ഇനി അതല്ല, അവര് പ്രതീക്ഷിക്കുന്നത് ജിന്നുകളിലോ മലക്കുകളിലോ പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വേറെ ഏതെങ്കിലും സൃഷ്ടി വിഭാഗത്തിൽപ്പെട്ട ഒരാള് അവരുടെ അടുക്കിലേക്ക് വന്നാൽ അവർക്ക് സ്വീകാര്യനാകുമോ?
അന്നേരം സ്വാഭാവികമായിട്ടും അവരാലോചിക്കുക, ഇതൊരു ജിന്നല്ലേ, ഇതൊരു മലക്കല്ലേ, ഒരു മലക്കിന് എങ്ങനെയാണ് മനുഷ്യന്റെ സാഹചര്യങ്ങളും അവസ്ഥകളും ഉൾക്കൊള്ളാൻ സാധിക്കുക, ഒരു ജിന്നിന് എങ്ങനെയാണ് സാധിക്കുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അവർ ഉന്നയിക്കുക. യഥാർത്ഥത്തിൽ അവിശ്വസനീയത ഉണ്ടാവേണ്ടത് അവരിലേക്ക് ദൈവിക സന്ദേശവാഹകനായിട്ട് ഒരു മലക്കോ ഒരു ജിന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൃഷ്ടി വിഭാഗത്തിൽപ്പെട്ട ഒരാളോ ആണ് വന്നിട്ടുണ്ടായിരുന്നതെങ്കിലല്ലേ അവര് യഥാർത്ഥത്തിൽ അതില് അത്ഭുതം കൂറേണ്ടതും അവർക്ക് അവിശ്വസനീയത ഉള്ളതായി തോന്നുകയും ചെയ്യേണ്ടത്. അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യ വെളിപാട് നൽകുന്നു, എൻലൈറ്റൻമെന്റ് നൽകുന്നു. എന്നിട്ട് ആ ദിവ്യപ്രകാശത്തെ മുൻനിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ അവരുടെ അടുക്കലേക്ക് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ഒരു കാര്യത്തിൽ അവിശ്വസനീയത എന്താണുള്ളത് എന്നതാണ് അള്ളാഹു പരോക്ഷമായിട്ട് ഇവിടെ ധ്വനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, അവരിൽ തന്നെ പെട്ട ഒരു മുൻദിർ, ഒരു താക്കീതുകാരൻ അവരിലേക്ക് വന്നു എന്നതാണ് അവർക്ക് വല്ലാത്ത അവിശ്വസനീയത ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതാണ് ഇപ്പോ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വഖാലൽ കാഫിറൂന, എന്നിട്ട് ഈ നിഷേധികൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന ഈ ആളുകൾ, അവരാണ് ഈ കാഫിറുകൾ. ആ കാഫിറുകൾ പറയുന്നത് ആദാ സാഹിറുൻ കദ്ദാബ് എന്നാണ്. ഇതൊരു ആഭിചാരകൻ മാത്രാണ്, ഇയാൾ ഒരു പെരുങ്കള്ളനാണ്. ഇതാണ് അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണം തുടങ്ങിയ ഘട്ടത്തില് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെ അള്ളാഹു തങ്ങളിൽപ്പെട്ട ഒരാളെ ദൂതനായി തെരഞ്ഞെടുത്ത് ദൈവിക വെളിപാട് നൽകി തങ്ങളുടെ അടുക്കലേക്ക് അയക്കും എന്ന കാര്യം അതൊരിക്കലും സംഭവ്യമായ ഒരു സംഗതിയേ അല്ല. ഇയാൾ ഒരു വ്യാജനായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒരു ആഭിചാരകനാണ്, ജനങ്ങളെ കയ്യിലെടുക്കുന്നുണ്ടല്ലോ, ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, ആളുകളെ അദ്ദേഹത്തിന്റെ വശ്യമായ സംസാരം ഒക്കെ കാരണമായി, അദ്ദേഹം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല വചനങ്ങളും ഒക്കെ കാരണമായി ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഒരു ദൈവിക വെളിപ്പാട് ലഭിച്ച ഒരാള് എന്ന സാധ്യത ഒരിക്കലും തന്നെ ഇല്ല എന്നതിനാൽ പിന്നെ ഇയാൾ ഒരു സാഹിറാവുകയെ നിർവാഹമുള്ളൂ, ഒരു ആഭിചാരകൻ ആണ് എന്നതാണ്. ആഭിചാരകൻ സ്വാഭാവികമായിട്ടും ചില ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് പുറപ്പെട്ടിരിക്കുന്ന ഒരു ആഭിചാരകൻ കദ്ദാബ് തന്നെ ആയിരിക്കുമല്ലോ, കള്ളം പറയുന്ന ആളാവും. കാരണം അയാൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവിക വെളിപ്പാട് ലഭിച്ച പ്രവാചകനാണ് താന് എന്നാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് സാഹിറാണ് എന്ന് പറയുന്ന പോലെ തന്നെ അതിനോട് ചേർത്ത് കദ്ദാബ് എന്നുകൂടി പറയേണ്ടി വരികയാണ്. അപ്പൊ ഈ ആളുകൾ വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, തങ്ങളിൽ തന്നെ പെട്ട ഒരു താക്കീതുകാരൻ അവരിലേക്ക് വന്നു എന്നത് അവർക്ക് വലിയ അവിശ്വാസം ഉണ്ടാക്കിയ, അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. വഖാലൽ കാഫിറൂന, നിഷേധികൾ, ഇവരുടെ കൂട്ടത്തിലെ അദ്ദേഹത്തെ പ്രവാചകനായി അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന ഈ നിഷേധികൾ അവര് പറയുന്നത് ഹാദാ സാഹിറുൻ കദ്ദാബ്, ഇത് ഒരു ആഭിചാരകനാണ്, പെരുങ്കള്ളനാണ്, അല്ലെങ്കിൽ പെരുങ്കള്ളനായ ഒരു ആഭിചാരകനാണ് എന്നാണ് അവര് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. കദ്ദാബ് എന്നത് അതിന്റെ സവാഖ് എന്നൊക്കെ പറയുന്ന പോലെ ഫആൽ വസനിലാണ്. ഒരു സംഗതിയുടെ ആധിക്യം, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന, പ്രൊഫഷണൽ ആയിട്ട് അതിന്റെ മികവോടെ ചെയ്യുമ്പോഴാണ് ആ പ്രയോഗം അറബി ഭാഷയിൽ വരിക. കദ്ദാബ് എന്ന് പറഞ്ഞാല് എപ്പോഴെങ്കിലും കളവ് പറയുന്ന, അല്ലെങ്കിൽ അവസരവും സാഹചര്യമൊക്കെ ഒത്തുവരുമ്പോ കളവ് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊള്ളു പറയുന്ന ഒരാളെ പറ്റിയല്ല ഈ കദ്ദാബ് എന്ന് പറയാം. ഒരാളുടെ ഏർപ്പാട് തന്നെ കളവ് പറയലാണ്. അയാള് അടിമുടി
വ്യാജം പറയുന്നവനാണ് എന്ന ഒരവസ്ഥ വരുമ്പോഴാണ് കസാബ് എന്ന വാക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ കാദിബ് എന്നൊക്കെ പറയുള്ളൂ. അപ്പോ ഇയാൾ ഒരു സാഹിറാണ്, ഒരു പെരുങ്കള്ളനുമാണ് എന്നാണ് അവരുടെ പ്രതികരണം. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവാനേ ഇടയില്ല. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരാളെ തെരഞ്ഞെടുത്ത് താക്കീതുകാരനായി അയക്കുക എന്നത് സംഭവ്യമായ ഒരു കാര്യമേ അല്ല. ഇതാണ് അവരുടെ വാദം. എന്നിട്ട് അവർ തുടർന്ന് ചോദിക്കുന്നത് അജഅലൽ ആലിഹത ഇലാഹും വാഹിദ, അജഅലൽ ആലിഹത ഇലാഹും വാഹിദ ഇന്ന ഹാദ ലശൈഉൻ ഉജാബ്. അജഅലൽ ആലിഹത ഇലാഹും വാഹിദ, ഇയാള് എല്ലാ ദൈവങ്ങളെയും ഒക്കെ ഒരൊറ്റ ദൈവമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാ ദൈവങ്ങളെയും മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പകരമായി ഒരൊറ്റ ദൈവം എന്ന ആശയം മുന്നോട്ട് വെക്കുകയാണോ എന്നാണ് ചോദ്യം. സകല ദൈവങ്ങൾക്കും പകരമായി ഒരു ദൈവത്തെ മാത്രം വരിക്കുകയാണോ ഇയാള് ഈ നമ്മളിലേക്കുള്ള താക്കീതുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ആള് അജഅലൽ ആലിഹത ഇലാഹം വാഹിദ. അപ്പോ വിവിധ ഭൂപ്രദേശങ്ങളിൽ വിവിധ സമൂഹങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ദൈവങ്ങളൊക്കെയോ, മജൂസികളുടെ ദൈവമുണ്ട്, ക്രൈസ്തവരുടെ ദൈവസങ്കല്പം വ്യത്യസ്തമായതാണ്, അതുപോലെ യഹൂദരുടെ ദൈവമുണ്ട്. അപ്പോ അതുപോലെ ജാഹിലിയ കാലഘട്ടത്തിലെ അറബി ഗോത്രങ്ങളുടെ ഒക്കെ ദൈവങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ദൈവങ്ങളും ദൈവിക ശക്തികളും അവയ്ക്ക് വ്യത്യസ്തമായ പേരുകളും മേൽവിലാസങ്ങളും ഒക്കെ ഉള്ള ഒരവസ്ഥയിൽ ഇയാൾ ഇതിനെയൊക്കെ കൂടി കൂട്ടി ഒരൊറ്റ ദൈവമാക്കി മാറ്റുകയാണ്. ഇതാണ് അവർക്ക് വളരെയേറെ അവിശ്വസനീയത ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അതിനെ പരാമർശിച്ചുകൊണ്ടും അവർ പറയുന്നത് ഇത് വളരെ അവിശ്വസനീയമായ, വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണിത്. എങ്ങനെയാണിത് സാധിക്കുക? ലോകത്തിന്റെ എത്ര ഭാഗങ്ങളിൽ എന്തെല്ലാം തരം ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ എത്ര ദൈവങ്ങൾ ഉണ്ടായിരുന്നു. മജൂസികളുടെ ഇടയിൽ, അതുപോലെ പാർസി സമൂഹത്തിൽ ഒക്കെ എത്ര ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ വിദൂര പ്രദേശങ്ങളിൽ ഗോത്രവർഗങ്ങൾക്കിടയിലൊക്കെ എത്രയൊക്കെ ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങളെയൊക്കെ ഇയാള് ഒരൊറ്റ ദൈവമാക്കി മാറ്റുകയാണ്. ഈ ദൈവങ്ങളുടെ ഒക്കെ സ്ഥാനത്ത് ഒരൊറ്റ ദൈവത്തെ സ്വീകരിക്കുകയാണോ ഇയാള്? അതെങ്ങനെയാണ് സാധിക്കുക? ഇന്ന ഹാദ ലശൈഉൻ ഉജാബ്, ഇത് തീർത്തും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവരുടെ പ്രതികരണം. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒരു കാര്യം പറയുകയുണ്ടായല്ലോ, നമ്മൾ നേരത്തെ അത് മനസ്സിലാക്കി. അദ്ദേഹം അവരുടെ ദൈവങ്ങളെ വിമർശിക്കുകയോ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയോ ഒന്നും ചെയ്യരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധ്യനായി കാണുന്ന ദൈവത്തെ അവരും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നും മുതിരുകയില്ല. ഇതാണ് അവരോരോ ഒത്തുതീർപ്പ് ഫോർമുലയായിട്ട് കൊണ്ടുവന്നിരുന്ന കാര്യം. എന്നാൽ അത് കേട്ടുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഞാനൊരു വാചകം നിങ്ങളെ കേൾപ്പിക്കാം. ആ വാചകം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അറബികളൊക്കെയും നിങ്ങളെ അനുസരിക്കുന്നവരാകും. ലോക സമൂഹങ്ങളൊക്കെയും നിങ്ങളെ ഗൗനിക്കുകയും നിങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവരാവുകയും ചെയ്യും. അങ്ങനെ ഒരു വാക്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കേൾപ്പിച്ച വാചകം, അവർ കേൾക്കാൻ താല്പര്യം കാണിച്ചപ്പോ അവരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ഇതാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനുമില്ല, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഈ കാര്യം അവരെ കേൾപ്പിച്ചപ്പോഴാണ് അവരിങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. അപ്പൊ ബാക്കി ദൈവങ്ങളൊക്കെയോ? ഇത് വലിയ അത്ഭുതമാണല്ലോ. ലോകത്ത് എത്രയെത്ര സമൂഹങ്ങൾക്ക് ഏതെല്ലാം തരം ദൈവങ്ങളുണ്ട്.
അവയുടെയൊക്കെ സ്ഥാനത്ത് ഒരൊറ്റ ദൈവമെന്നും അവയ്ക്കൊക്കെ പകരം ഒരു ദൈവം മാത്രം ആരാധിക്കപ്പെട്ടാൽ മതി എന്നാണോ ഇയാൾ പറയുന്നത്? ഇത് എന്തൊരു അത്ഭുതമാണ്! എത്ര അവിശ്വസനീയമായ, എത്ര അസ്വീകാര്യമായ കാര്യമാണ് എന്നാണ് അവർ പ്രതികരിച്ചത്. അതിനെ തുടർന്ന് വന്തലക്കൽ മല മിൻഹും, അവരിൽപ്പെട്ട ഈ പ്രമാണിമാര് പിരിഞ്ഞുപോയി. അവരവിടെ നിന്ന് ഈ പ്രസ്താവന നടത്തിയിട്ട് അവരെല്ലാവരും തന്നെ എഴുന്നേറ്റ് പോയി. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം നടത്തിയിട്ട് അബൂ താലിബിന്റെ ആസ്ഥാനത്ത് നിന്ന് ഈ പ്രമാണിമാര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ച ആ കാര്യത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പിരിഞ്ഞുപോയി കളഞ്ഞു. വന്തലക്കൽ മല, മല എന്ന് പറഞ്ഞാൽ പ്രമാണിമാരാണ്. ഇൻതലക്ക എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക, അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഈ പ്രമാണിമാര് അവിടെ ഒത്തുകൂടിയിരുന്ന 10-25ഓളം പേര് വരുന്ന പ്രമാണിമാർ അവിടുന്ന് ഈ ഒരു റെസ്പോൺസ് നൽകിക്കൊണ്ടാണ് പിരിഞ്ഞു പോകുന്നത്. അപ്പോ പിരിഞ്ഞു പോകുമ്പോ അവര് പറയുന്നത്, പരസ്പരം പറയുന്നത് എങ്ങനെയാണ്? അനിംഷു വസ്ബിറു അല ആലിഹത്തിക്കും, ഇംഷു നടന്നോളി, പോയിക്കോളൂ, ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോളൂ. അനിംഷു വസ്ബിറു അല ആലിഹത്തിക്കും, നിങ്ങളുടെ ഇലാഹുകൾക്ക് വേണ്ടി നിങ്ങൾ സഹനം അവലംബിച്ചേ പറ്റൂ. നിങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരൽപ്പം ത്യാഗം അനുഭവിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളേണ്ടി വരും. ഇംഷു എന്നാണ് അവരോട് പറയുന്നത്. നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ, നിങ്ങൾ വേഗം സ്ഥലം വിട്ടോളൂ. ഇംഷു അനിംഷു വസ്ബിറു അല ആലിഹത്തി, നിങ്ങളുടെ ഇലാഹുകളെ, ആലിഹത്തിനെ ആരാധിക്കുന്ന വിഷയത്തില് നിങ്ങളൊരൽപ്പം സഹനം കാണിച്ചുകൊണ്ട് നിലകൊള്ളുക തന്നെ വേണം. അതുകൊണ്ട് വേഗം ഇവിടുന്ന് പൊയ്ക്കോളൂ. അനിംഷു വസ്ബിറു അല ആലിഹത്തി, ഇതാണ് അവർ പറയുന്നത്. ഇന്ന ഹാദ ലശൈഉൻ യുറാദ്, ഇത് ഇന്ന ഹാദ, നിശ്ചയമായിട്ടും ഈ ഒരു ആശയം പ്രചരിപ്പിക്കലുണ്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം, അത് ലശൈഉൻ യുറാദ്, ഉദ്ദേശപൂർവം നടപ്പിലാക്കപ്പെട്ട എന്തോ ഒരു പദ്ധതി ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കപ്പെടുന്ന കാര്യമാണ് എന്നാണ് അവർ വിലയിരുത്തുന്നത്. ഇന്ന ഹാദ ലശൈഉൻ യുറാദ്, ഷൈഉൻ യുറാദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെട്ട കാര്യം എന്നാണ്. ചില താല്പര്യത്തോടു കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിത് എന്നാണ് അവർ വിലയിരുത്തുന്നത്. ഇത് ഈ ആശയം ഒന്നുമല്ല. ഈ ആശയത്തിനൊക്കെ പുറകില് വേറെ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട വിധത്തില് പറയുന്ന ഒരു കാര്യമാണിത് എന്നാണ് അവര് നിരീക്ഷിക്കുന്നത്. അപ്പോ ഇൻ ഹാദാ ലശൈഉൻ യുറാദ്, ഇത് ഉദ്ദേശിക്കപ്പെട്ട ഒരു കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ചില പദ്ധതികൾ, ചില ലക്ഷ്യങ്ങൾ ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ചില ഗൂഢ താല്പര്യങ്ങള് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇവർ പറയുന്ന ഒരു കാര്യമാണിത് എന്നാണ് അവരുടെ നിരീക്ഷണം. ഇന്ന ഹാദ ലശൈഉൻ യുറാദ്, നിശ്ചയമായിട്ടും ഇത് ഒരു പദ്ധതിയോടുകൂടി, ഒരു അജണ്ടയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് അവരുടെ പ്രതികരണം. മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ, ഇതുപോലെയൊന്ന് സമീപകാലത്തെ തലമുറകളിലെ അവരുടെ സംസ്കാരത്തിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല. നമ്മളിപ്പോ ഒരുപാട് കാലമായല്ലോ മക്കയിലും പരിസരത്തും ഒക്കെ ജീവിക്കുന്നത്. നമ്മുടെ പൂർവിക തലമുറകളെ കുറിച്ച് നമുക്കറിയാം. ഒരുപാട് തലമുറകളുടെ ചരിത്രം തന്നെ നമുക്കറിയാം. അവർക്കിടയിലൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാര്യമാണ് ഈ ആലിഹത്തുകളെയൊക്കെ കൈയൊഴിഞ്ഞുകൊണ്ട് ഒരൊറ്റ ആലിഹത്ത് മാത്രം എന്ന ഒരാശയം പറയുക എന്നത്. നേരത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എത്ര തലമുറകളായിട്ട് ഇവിടെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് അവര് പറയുന്നത് മാ സമിഅന ബിഹാദ, ഇങ്ങനെ ഇതുപോലെ ഒരു കാര്യം, ഇതുപോലെ ഒരു ആശയം നമ്മൾ കേട്ടിട്ടില്ല. ഫിൽ മില്ലത്തിൽ ആഖിറ, ഈ അവസാനത്തെ കൂട്ടരുടെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടു മുമ്പുള്ള തലമുറയിലോ
അവരുടെ സംസ്കാരത്തിലും മതത്തിലും ഒന്നും, അതുപോലെ അതിന്റെ തൊട്ടു മുമ്പുള്ളതിലൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഗതി. നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഈ എല്ലാ വിഗ്രഹങ്ങളെയും ആരാധ്യന്മാരെയും ഒക്കെ പൂജിച്ചുകൊണ്ട് വരുന്നവരാണ്. ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട്, എത്രയോ തലമുറകളായിട്ട് നമ്മൾ അങ്ങനെയാണുള്ളത്. ഇങ്ങനെ ഒരു സംഗതി തൊട്ടു മുമ്പത്തെ മില്ലത്തിലോ അതിന്റെ മുമ്പത്തെ മില്ലത്തിലോ ഒന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. മാ സമീഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ, ഫിൽ മില്ലത്തിൽ ആഖിറ. ഞങ്ങൾക്ക് മില്ലത്ത് എന്ന് പറഞ്ഞ ഒരു സമൂഹം, അതിന്റെ മതവും സംസ്കാരവും നാഗരികതയും ഒക്കെ അടങ്ങിയ ഒരു സംഗതിയെയാണ് വേണമെങ്കിൽ മിലിയു എന്ന് മനസ്സിലാക്കാൻ മതി. ഇംഗ്ലീഷിലൊരു വാക്കാണ് മിലിയു. അപ്പം തൊട്ടു മുമ്പുള്ള മില്ലത്തിലോ അതിന്റെ മുമ്പത്തെ മില്ലത്തിലോ ഒന്നും ഞങ്ങൾ കേട്ട് പരിചയിച്ചിട്ടുള്ളതായ ഒരു ആശയമല്ല ഇത്. ഇത് വല്ലാത്തൊരു അത്ഭുതകരമായ, അവിശ്വസനീയമായ, അസ്വീകാര്യമായ ഒരു സംഗതിയാണ് എന്നാണ് അവര് പറയുന്നത്. ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഫ്. ഇതേ അതിന്റെ കേട്ട് മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു വ്യാജമായ ഒരു നിർമ്മിതിയാണ്. ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഫ്. ഇതെന്തോ ഒരു താല്പര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള വ്യാജമായ ഒരു നിർമ്മിതിയാണ്. നമ്മുടെ വേദിയിൽ പലപ്പോഴും ഒരാൾ ചോദിക്കാറുണ്ടായിരുന്ന ഒരു കാര്യം, ഇത് മറ്റു സമൂഹങ്ങളൊക്കെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ അറബ് ലക്ഷ്യമല്ലേ എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആരോപണം അത് ഖുർആൻ അവതരിച്ച കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചരിത്രം വിലയിരുത്തി നോക്കിയാൽ അറിയാം, ഒരു ആദർശം മുന്നോട്ട് വെച്ചുകൊണ്ട് അത് അടിസ്ഥാനപ്പെടുത്തി ജനങ്ങളെ ഒരു ആദർശ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ദൗത്യം നിർവഹിക്കുകയുണ്ടായത്. അല്ലാതെ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിനോ അല്ലെങ്കിൽ സമൂഹങ്ങളെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും നേടാനോ ഒന്നും ആയിരുന്നില്ല. അത് വളരെ മൗലികമായ ഒരു ദർശനം, ഒരു ജീവിത ദർശനം മുന്നോട്ട് വെക്കുകയാണ് എന്നതാണ് എന്ന് ചരിത്രം വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും. ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഖ്. അവര് പറഞ്ഞ അതാണ്. ഇഖ്തിലാഖ് എന്ന് പറഞ്ഞാല് ഖലഖ എന്ന വാക്കിന് തന്നെയുള്ള മറ്റൊരു പ്രയോഗമാണത്. വ്യാജമായ ഒരു സംഗതി നിർമ്മിക്കുന്നതിനാണ് ഇഖ്തിലാഖ് എന്ന് പറയുന്നത്. അപ്പൊ അവര് പറയുന്നത്, പൂർവിക സമൂഹങ്ങളിലൊന്നും നമ്മൾ ഇങ്ങനെയുള്ള ഒരു സംഗതി കേട്ടിട്ടില്ല, ഇത് തീർത്തും വ്യാജമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇയാൾ എന്തോ ഒരു ഗൂഢ ഉദ്ദേശം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അവർ ആരോപിച്ചത്. ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖ്. ഇത് ഒരു കേവലമായ കൃത്രിമമായ സൃഷ്ടി തന്നെയാണ് എന്നാണ് അവരുടെ വാദം. എന്നിട്ട് അവർ തുടർന്ന് പറയുകയാണ്, ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന. ഇനി അല്ലെങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ, ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇവനാണോ ഇങ്ങനെ ഒരു ദൈവിക വെളിപാട് ഇറക്കി കൊടുത്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പ്രമാണിമാര്, കാര്യങ്ങളിൽ ചുമതലയും ഉത്തരവാദിത്വ ബോധമൊക്കെ ഉള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇന്നലെ വരെ തീർത്തും അപ്രധാനമായിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണല്ലോ മുഹമ്മദ്. ആ മുഹമ്മദിനാണോ ഇത് ഇറക്കി കൊടുത്തിരിക്കുന്നത്? ഇതാണ് അവര് ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മളൊക്കെ എത്ര പ്രമാണിമാർ ഇവിടെ ഉണ്ട്, അവരെ ഒന്നും വിളിച്ചേൽപ്പിക്കാതെ മുഹമ്മദിനെ, ഈ സമൂഹത്തിലൊരു വളരെ ദരിദ്രനായ ഒരു അനാഥനായി ജീവിച്ച ഒരു മനുഷ്യനെ ആണോ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് അവരുടെ ചോദ്യം. അപ്പോ അവര് തുറന്നു ചോദിക്കുന്ന അതാണ്, ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടെ ഇവനാണോ ഇതൊക്കെ ഇറക്കി കൊടുത്തിരിക്കുന്നത്? ബൽ ഹും ഫീ ശക്കിൻ മിൻ ദിക്രി. എന്നാൽ നമ്മുടെ ഉത്ബോധനം എന്ന കാര്യത്തില്, നാം ജനങ്ങളെ കേൾപ്പിക്കുന്ന ഈ ജീവിത ദർശനത്തിന്റെ കാര്യത്തില് യഥാർത്ഥത്തിൽ അവര് വലിയ സന്ദേഹത്തിലാണ്, സംശയത്തിലാണ്. അവരതിനെക്കുറിച്ചുള്ള ആലോചനയിൽ ഒരു തീരുമാനമായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന, ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയം ഉണ്ടല്ലോ,
നമ്മുടെ ഉത്ബോധനം എന്ന ഈ കാര്യം. ആ കാര്യത്തില് അതിനെക്കുറിച്ച് ആലോചിച്ച ഒരു തീരുമാനത്തിൽ എത്തുന്ന ഒരവസ്ഥയിൽ അവരെത്തിയിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ അവര് ആരോപണങ്ങളുമായിട്ട് വരികയാണ്. ഇത് മുഹമ്മദ് വ്യാജമായി ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ മുഹമ്മദിനാണോ ഇത് ഇറക്കി കൊടുത്തിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് അവരെന്താണ് പറയുന്നത്? അക്കാര്യത്തില് അവരിപ്പോഴും ബൽഹും ഫീ ശക്കിൻ മിൻ ദിക്രി, നമ്മുടെ ഈ ഉത്ബോധനം, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ ദർശനം, അക്കാര്യത്തില് അവരിപ്പോഴും സന്ദേഹത്തിലാണ്. അവരക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ബല്ലമ്മാ യദൂഖു അദാബ്, എന്നിട്ട് അള്ളാഹു പറയാണ്, അതിനൊരു അർത്ഥേ ഉള്ളൂ. നമ്മുടെ ശിക്ഷ അവരിതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല, നമ്മുടെ ശിക്ഷ അവരിതുവരെ രുചിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രാണ്. ദൈവിക നടപടി ഇത്തരം കാര്യങ്ങളിൽ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നൊരു കാര്യം ഇവര് വേണ്ട വിധം ഉൾക്കൊണ്ടിട്ടില്ല. നമ്മുടെ ശിക്ഷ രുചിച്ചറിയാൻ ഇവർക്ക് നേരത്തെ അവസരമുണ്ടായിട്ടില്ല എന്നതാണ് അവരെ ഈ വിധത്തിലൊക്കെ ആലോചനയില്ലാതെ, ചിന്തയില്ലാതെ സംസാരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം. ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. വല്ലമ്മാ യദൂഖു അദാബ്, ഇത്രയുള്ളൂ കാര്യം. അവര് നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല, രുചിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ നിഷേധഭാവത്തില് സംസാരിക്കുന്നതും ആ നിലക്ക് നിലക്കൊള്ളുന്നതും. അപ്പൊ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഖുർആൻ വ്യാജമായി ചമച്ചുണ്ടാക്കിയ ഒരു സംഗതിയാണ്. അത് സിഹ്റാണ്, ജനങ്ങളെ വഴിവിട്ട വിധത്തിൽ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കൈയടക്കാൻ വേണ്ടി, നമ്മളെയൊക്കെ കൈയടക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് കൊണ്ടുവന്ന വ്യാജമായ ചില സംഗതികളാണ്, വ്യാജമായ ചില കാര്യങ്ങളാണ് ഇത്. മാത്രവുമല്ല, ഇനി ഇത് ദൈവിക സന്ദേശമാണ് എന്ന് തന്നെ വെച്ചാൽ അത് ഏറ്റുവാങ്ങാൻ യോഗ്യരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? എന്നിട്ടാണോ അത് ഇവന്റെ മേലെ ഇറക്കി കൊടുത്തിരിക്കുന്നത്? ഇതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ഇത് പൂർവിക സമൂഹങ്ങളിൽ നമ്മുടെ പ്രപിതാക്കന്മാരൊക്കെ ഇവിടെ എത്രയോ തലമുറകളായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അവർക്കാർക്കും ഇങ്ങനെ ഒരു സംഗതി ലഭിച്ചിട്ടില്ല. അവരാരും ഇങ്ങനെ ഒരു സംഗതി ഉയർത്തിപ്പിടിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല എന്നാണ് അവര് പറയുകയുണ്ടായത്. വല്ലമ്മാ യദൂഖു അദാബ്, ഒരൊറ്റ വാചകത്തിൽ അള്ളാഹു അതിന്റെ കാരണം ബോധ്യപ്പെടുത്തുക. ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവര് ഇതിന്റെ ഫലമായി ഉണ്ടാവുന്ന ദൈവിക ശിക്ഷ ഇതുവരെ രുചിച്ചു നോക്കിയിട്ടില്ല എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ഗൗരവത്തിൽ അവരിതിനെ കാണുകയോ ഇക്കാര്യത്തില് ഒരു ബോധപൂർവമായ, ഉദ്ദേശപൂർവമായ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാതിരിക്കുന്നത്. അവരതിന്റെ അനന്തരഫലം എന്ത് എന്നതിനെ കുറിച്ച് തീർത്തും അജ്ഞരാണ് എന്നതാണ് കാരണം. അതിനെക്കുറിച്ച് വല്ല ധാരണയും ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നിലപാടെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതാണ് അള്ളാഹു വെളിപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു സ്വാദിലെ 4 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുകയുണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.